മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് എത്താനാകുന്ന ഒരു ട്രെയിൻ. ഒരു സിനിമ കണ്ടു തീരുന്നതിലും ഇച്ചിരി കൂടി സമയം മാത്രം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗം. ഓരോ 5 മിനിറ്റിലും ഇരുഭാഗത്തേക്കും ട്രെയിനുകൾ അങ്ങനെ പാഞ്ഞു പോകും. ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു പാത എவ்விധം കേരളത്തെ മാറ്റിമറിക്കുമെന്ന്. കേരളത്തിൽ അതിവേഗ റെയിൽപാത നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം നീക്കം തുടങ്ങിയ വിവരം ഇന്ന് പുറത്തുവിട്ടത് മെട്രോമാൻ ഇ ശ്രീധരനാണ്. ഒരു പരിഹാസ വിമർശനം നമുക്ക് ഓർമ്മയുണ്ട്. ആർക്കാണ് ഇത്ര ധൃതി? കേരള സർക്കാർ പദ്ധതിയിട്ട കെ-റെയിൽ സെമി ഹൈസ്പീഡ് റെയിൽപാതയെ ചൊല്ലി തർക്കം നടക്കുന്ന സമയത്തായിരുന്നു അത്. അത്തരം വിമർശനങ്ങളുമായി അതിവേഗ പാതയ്ക്കെതിരെയും ആളുകൾ വരുമോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ഇന്ത്യൻ ശരാശരിയുടെ ഇരട്ടിയിലേറെ മനുഷ്യർ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് തിങ്ങിപ്പാർക്കുന്ന ദേശമാണ് ഈ കേരളം. ഒരു ചതുരശ്ര കിലോമീറ്ററിലെ നമ്മുടെ ശരാശരി ജനസംഖ്യ എന്ന് പറയുന്നത് 850 മുതൽ 900 വരെയൊക്കെ ആകണം. 35 മുതൽ 120 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള നാട് പോലെ നീളത്തിലൊരു നാട്. ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആകെ വാഹനങ്ങളുടെ എണ്ണം 1,88,00,000 മീതെയാണ്. കേരളത്തിലെ ദേശീയപാതകളുടെ ആകെ നീളം രാജ്യത്തെ മൊത്തം NH നീളത്തിന്റെ വെറും 1.3% മാത്രവുമാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, ഇത്രയധികം വാഹനങ്ങളുള്ള കേരളത്തിൽ പരമ്പരാഗത റോഡ് റെയിൽ വികസനത്തെ മാത്രം ആശ്രയിച്ച് നമുക്കിനി മുന്നോട്ട് പോകാൻ പ്രയാസമല്ല, അസാധ്യം തന്നെയാണ്. നമുക്കിന്ന് വേഗത ഒരു ലക്ഷറി അല്ല, ജീവിതത്തിന്റെ അടിയന്തര ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു അതിവേഗ പാത രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ പാരിസ്ഥിതിക മൗലികവാദത്തിന്റെ കേവല യുക്തികൾക്കപ്പുറം യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് അടിയന്തര ആവശ്യമായി തോന്നുന്നത്. നമുക്ക് ഒരു തിരുവനന്തപുരം കണ്ണൂർ യാത്ര ഒന്ന് ആലോചിക്കാം. 490 കിലോമീറ്റർ ദൂരമാണ്. റോഡ് മാർഗമാണ് യാത്രയെങ്കിൽ ട്രാഫിക് തിരക്കൊക്കെ അനുസരിച്ച് 12 മുതൽ 15 മണിക്കൂർ വരെ ആകാം. ചില നേരം അതിലേറെ നീളാം. ഇനി യാത്ര ട്രെയിനിലായാലോ 12 മണിക്കൂർ മിച്ചം ചെലവാകും. ഈ ദൂരമാണ് അതിവേഗ റെയിൽ 3.5 മണിക്കൂർ കൊണ്ടെത്താമെന്ന് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര ജനസംഖ്യ യാഥാർത്ഥ്യം കണക്കിലെടുക്കുമ്പോൾ ഇത് നിശ്ചയമായും ഒരു മാജിക്കൽ സമയമാകും. നോക്കൂ, വടക്കൻ ജില്ലകൾ, തെക്കൻ ജില്ലകൾ എന്നൊക്കെ പറയുന്ന ആ മാനസിക ദൂരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒറ്റയടിക്കങ്ങ് ചുരുങ്ങിപ്പോകും. കണ്ണൂരിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് തിരുവനന്തപുരം വേണമെങ്കിൽ വീട്ടിൽ നിന്നും പോയി ജോലി ചെയ്ത് തിരിച്ചെത്താവുന്ന ഒരു സ്ഥലമായി മാറും. ഒരു തിരുവനന്തപുരം സ്വദേശിക്ക് കോഴിക്കോട് വീക്കെൻഡ് ചെലവിടാനുള്ള നഗരമായി മാറും. കണ്ണൂരിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന യുവാവിന് ക്ലയന്റ് മീറ്റിംഗിന് തിരുവനന്തപുരത്ത് പോയി അന്ന് വൈകുന്നതിന് മുൻപ് തന്നെ തിരിച്ച് വീട് പറ്റാം. കാസർഗോട്ടെ ഒരു കുട്ടിക്ക് കൊച്ചിയിൽ കോളേജിൽ ദിവസേന വന്നു മടങ്ങാം. അത്യാവശ്യ ചികിത്സയ്ക്ക് ഒരു ആശുപത്രിയിൽ എത്താൻ പറ്റുമോ എന്നൊരു പേടി കുറയും. IT പാർക്കുകൾ, മെഡിക്കൽ ഹബ്ബുകൾ, സർവകലാശാലകൾ ഒന്നും ചിലയിടങ്ങളിൽ കൂമ്പാരമാകേണ്ട കാര്യം ഉണ്ടാകില്ല. വലുതാവുന്ന ലേബർ മാർക്കറ്റ്, വിപുലമാകുന്ന വിദ്യാഭ്യാസ മേഖല, അതിവേഗം ഇടകലരുന്ന സാംസ്കാരിക പരിസരങ്ങൾ, ഒരു നാട് പോലെ നീണ്ട ഒരു സംസ്ഥാനം എന്നതിൽ നിന്ന് കേരളം ഒരു വലിയ നഗരമായി മാറും. ഭൂമി വില, നഗര ചിലവുകൾ, കുടിയേറ്റ പ്രവണതകളൊക്കെയും മാറി മറിയും. കേരളത്തിന്റെ സാമ്പത്തിക ഭൂപടം പുനർരചിക്കപ്പെടും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ അഥവാ കെ-റെയിലിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി നടപ്പാകും എന്ന് കരുതപ്പെടുന്ന അതിവേഗ പാതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നോക്കൂ, മെട്രോമാൻ ഇ ശ്രീധരൻ ഇന്ന് പറഞ്ഞത് പ്രകാരം 430 കിലോമീറ്റർ ആകും ഈ അതിവേഗ പാതയുടെ നീളം. ഇതിൽ 70% തൂണുകളിൽ, 10% ദൂരം തുരങ്ക പാതകളിലൂടെ. ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടി വരിക 25% ദൂരത്തേക്ക് മാത്രമാകും. പദ്ധതി പൂർത്തിയാക്കാൻ ആകെ 1 ലക്ഷം കോടി രൂപ ചെലവാകും. 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകും. 200 കിലോമീറ്റർ വേഗത്തിൽ ഇരുവശത്തേക്കും 5 മിനിറ്റ് ഇടവിട്ട് ട്രെയിനുകൾ പായും. ആകെ 22 ഹൈസ്പീഡ് സ്റ്റേഷനുകളാവും ഉണ്ടാവുക. അത് ഏതൊക്കെയാണെന്ന് കൂടി പറയാം. തിരുവനന്തപുരം സെൻട്രൽ എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, വൈക്കം, എറണാകുളം, പാലാരിവട്ടം, ആലുവ എയർപോർട്ട്, തൃശൂർ, കുന്നംകുളം, എടപ്പാൾ, തിരൂർ, മലപ്പുറം, കരിപ്പൂർ എയർപോർട്ട്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര വഴി കണ്ണൂർ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി എത്താൻ ഒരൊറ്റ മണിക്കൂറിൽ, കോഴിക്കോട് എത്താൻ 2.5 മണിക്കൂർ, കണ്ണൂർ എത്താൻ വെറും 3.5 മണിക്കൂർ. എങ്ങനെയുണ്ട്?
സമാനമായ വിപ്ലവം കേരളത്തിന്റെ ഗതാഗത മേഖലയിൽ വരുത്തുമെന്നൊരു പ്രതീക്ഷയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കെ റെയിൽ. തിരുവനന്തപുരത്തെയും കാസർഗോഡിനെയും ബന്ധിപ്പിക്കുന്ന സെമി ഹൈ സ്പീഡ് കോറിഡോർ പദ്ധതിയായാണ് കെ റെയിൽ വിഭാവനം ചെയ്യപ്പെട്ടത്. 64,000 കോടിയായിരുന്നു പ്രതീക്ഷിച്ച മുതൽ മുടക്ക്. 530 കിലോമീറ്റർ സ്റ്റാൻഡേർഡ് ഗേജ് പാത, പരമാവധി 140 കിലോമീറ്റർ വരെ വേഗം. പക്ഷേ സംസ്ഥാനത്തിന് 1,26,000 കോടിയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് കാട്ടി നീതി ആയോഗ് ഈ പദ്ധതി എസ്റ്റിമേറ്റ് അംഗീകരിച്ചില്ല. എന്നിട്ടും മുന്നോട്ട് പോകുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ നിലപാട്. ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് വിപണി വിലയുടെ 4 ഇരട്ടി വരെ നൽകുമെന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചതുമാണ്. കേരളത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു ഇതിന് പിന്നാലെ. ശേഷം നടന്നതൊക്കെ നമുക്കറിയാം. മഞ്ഞക്കുറ്റിയിടൽ, മഞ്ഞക്കുറ്റി പിഴുതെറിയൽ, സമരങ്ങൾ, സംഘടനകൾ, പാരിസ്ഥിതിക വിലാപങ്ങൾ, വെല്ലുവിളികൾ, പരിഹാസങ്ങൾ. പരിസ്ഥിതി നാശമുണ്ടാക്കും, വെള്ളപ്പൊക്ക സാധ്യത രൂക്ഷമാക്കും, ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടും, അവരുടെ ജീവിതവും ഉപജീവനവും അപകടത്തിലാകും, സാധാരണക്കാർക്ക് ഉപകാരപ്പെടില്ല, നഷ്ടം കൊണ്ട് മുടിഞ്ഞ് നാനാവിധമാകും എന്നിങ്ങനെയൊക്കെയായിരുന്നു വിമർശനം. അപ്പോൾ അങ്ങനെ ആ കെ റെയിൽ ഒരു വഴിക്കായി. സംസ്ഥാനത്തെ സാമ്പത്തികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധിയിലാക്കുന്ന പദ്ധതിയായിരുന്നോ കെ റെയിൽ എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി തന്നെ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം വിശകലനങ്ങൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു കെ റെയിൽ വിരുദ്ധ സമരം എന്നും നമുക്ക് ഇന്നറിയാം. നിലവിൽ 10 മുതൽ 12 മണിക്കൂർ വരെ എടുക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് യാത്ര കെ റെയിലിൽ 4 മണിക്കൂറായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കിയിരുന്നത്. റെയിൽ പാതയും സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് പുതിയ വികസന മേഖലകൾ രൂപപ്പെടും, തൊഴിലവസരങ്ങൾ ഏറും, റോഡ് അപകടങ്ങൾ കുറയും, കാർബൺ പുറന്തള്ളൽ കുറയും എന്ന് തുടങ്ങി അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റെല്ലാ ഗുണങ്ങളും അന്നും പറഞ്ഞിരുന്നു. പക്ഷേ പുതിയ അതിവേഗ പാതയ്ക്ക് കെ റെയിലിനെ അപേക്ഷിച്ച് ഏറെ മെച്ചങ്ങളുണ്ട്. ഇതിൽ ഒന്ന്, കെ റെയിൽ സംസ്ഥാന സർക്കാരിന്റെ മാത്രം ബാധ്യതയാകുമെന്നായിരുന്നുവെങ്കിൽ പുതിയ പദ്ധതി വരുമ്പോൾ കേന്ദ്രവുമായി തുല്യ പങ്കാളിത്തത്തിലാണ്. രണ്ടാമത്തേത്, ഏറിയ ദൂരം തൂണുകളിലൂടെ പോകുന്ന പാതയായതുകൊണ്ട് തന്നെ കേരളത്തെ രണ്ടായി മുറിക്കും, വമ്പൻ നിർമ്മിതികൾ കൊണ്ട് നീരൊഴുക്ക് തടയും എന്ന് തുടങ്ങിയ ആശങ്കകൾക്ക് പ്രസക്തി ഇല്ലാണ്ടാവും. മൂന്നാമത്തേത്, വേഗതയും കൂടുതൽ വരുമെന്നുള്ളതാണ്. അപ്പം കെ റെയിലിനേക്കാൾ ഇരട്ടി ചിലവ് വരുന്നൊരു പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നതെങ്കിലും കേന്ദ്രത്തിന്റെ കൂടി പദ്ധതി എന്നൊരു വിശ്വാസ്യതയും സാമ്പത്തിക ഉറപ്പുമൊക്കെ അതിവേഗ പാതയ്ക്കുണ്ട്. ഭൂമിയെ തൊടാതെ, മനുഷ്യരെ മാറ്റി നിർത്താതെ, പാലങ്ങളിലൂടെയും തുരങ്കങ്ങളിലൂടെയും മാത്രം പരിപൂർണമായും നിർമ്മിക്കുന്ന പദ്ധതിയല്ല ഇത്. എല്ലാ വൻ പദ്ധതികളിലും ഒരു വിഭാഗം മനുഷ്യർക്ക് താൽക്കാലികമായെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാകും, മാറ്റിപ്പാർപ്പിക്കലുകൾ ഉണ്ടാകും, അതിൻ്റെതായ പാരിസ്ഥിതിക പ്രതിഫലനവും ഉണ്ടാകും. എല്ലാ വമ്പൻ ഇൻഫ്രാ പദ്ധതികളും വികസന ആവശ്യകതകളും പാരിസ്ഥിതിക സാമ്പത്തിക ആശങ്കകളും തമ്മിലുള്ള സംഘർഷത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ്. ഒന്നുറപ്പാണ്, ലോകത്തിന്റെ മുന്നോട്ട് പോക്കിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളെല്ലാം ആദ്യം തിരഞ്ഞെടുത്തത് അതിവേഗ റെയിൽ സംവിധാനങ്ങളെയാണ്. ജപ്പാനിൽ, ചൈനയിൽ, യൂറോപ്പിലെല്ലാം ഇടുങ്ങി ഞെരുങ്ങി പാതകളും വലിയ യാത്രാ ആവശ്യങ്ങളുമുള്ള കേരളം ഇന്ത്യയിൽ അതിവേഗ റെയിലിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കെ റെയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി ആയിരുന്നത് കൊണ്ട് മാത്രം രാഷ്ട്രീയമായി അതിനെ എതിർത്ത വലിയൊരു വിഭാഗമുണ്ട്. ഭയം, വിശ്വാസക്കുറവ്, എൻ്റെ പറമ്പിൽ കൂടി വരരുത് എന്ന മനോഭാഗം ഒക്കെ കൂടിയാണ് കെ റെയിലിന്റെ വഴിയടച്ചത്. ഇതാ അതിലും മികച്ചൊരു പദ്ധതിക്ക് സാധ്യത വന്നിരിക്കുന്നു. അത് നടപ്പാക്കും മുൻപ് എല്ലാ വശങ്ങളും ശാസ്ത്രീയമായി പഠിക്കുകയും പൊതുജനങ്ങളുടെ അഭിപ്രായം ഗൗരവത്തോടെ പരിഗണിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പക്ഷേ ആർക്കാണ് ഇത്ര വേഗം പോകേണ്ടത് എന്ന മട്ടിൽ കേവലമായ എതിർപ്പിന് വേണ്ടിയുള്ള എതിർപ്പുകൾ പദ്ധതിക്കെതിരെ ഉയർന്നു വരാതിരിക്കട്ടെ. അതിവേഗ പാത സംഭവിച്ചാൽ ദിവസേന അപ്പമുണ്ടാക്കി വിൽക്കാൻ അന്യജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്ന തൊഴിലാളികൾക്കും അടിയന്തര ചികിത്സ തേടുന്ന രോഗിക്കും വിദ്യാർത്ഥിക്കും ടൂറിസത്തിനും സേവന വ്യാപാര മേഖലയ്ക്കും എല്ലാം അത് ഉപകാരപ്പെടും. പിന്നെ കേരളം ഒരു നീളം കൂടിയ ഒരു ഭൂപടമാകില്ല, കുറച്ചുകൂടി ചെറുതും ശക്തവുമായ ഒരു ആശയമായിരിക്കും. സ്പോട്ട്ലൈറ്റ് മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.